നമസ്കാരം. ആ രാത്രി യശോധര ഉറങ്ങിയിരുന്നോ എന്നാണ് ചോദ്യം. ഏത് രാത്രി എന്ന ചോദ്യമാണ് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരിക. അതായത് സിദ്ധാർത്ഥൻ കപിലവസ്തുവിലെ കൊട്ടാരം വിട്ട രാത്രി. ഗർഭിണിയായ യശോധര ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അർദ്ധരാത്രി സിദ്ധാർത്ഥൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചത്. നരയംകുളം AUP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വിടവാങ്ങൽ എന്ന പാഠം പഠിച്ചത്. സിദ്ധാർത്ഥൻ കപിലവസ്തുവിലെ കൊട്ടാരം വിട്ടിറങ്ങിയ സംഭവമാണ് പാഠത്തിൽ പറയുന്നത്. 7ാം ക്ലാസ്സിലായിരുന്നു അത്. 1970കളിൽ പഠിച്ചവർക്കൊക്കെ ആ നൊസ്റ്റാൾജിക് മെമ്മറി ഉണ്ടാകും. പിന്നീട് അദ്ദേഹം ബുദ്ധനായി എന്നറിയാമായിരുന്നെങ്കിലും യശോധരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതുൾപ്പെടെ മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. വിടവാങ്ങൽ എന്ന ആ പാഠം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന് ചൈത്രമാസത്തിലെ പൗർണമിയായിരുന്നു. ആ സുദിനത്തിനൊത്തവണ്ണം ചന്ദ്രികയാൽ വെൺപട്ടു ചേരയുടുത്തും താരകങ്ങളാൽ രത്നാഭരണങ്ങൾ അണിഞ്ഞും എങ്ങും പൂമണം പരത്തിയുമാണ് രാത്രി വന്നത്. ഹിമവാന്റെ മുകൾ പരപ്പിൽ നിന്നിറങ്ങി വന്ന മന്ദമാരുതൻ ആ വസന്തരാവിൽ സുഖകരമായൊരു കുളിർമ പരത്തി. പൂർണ്ണചന്ദ്രൻ രോഹിണി നദിയിലെ കൊച്ചോളങ്ങളെയും തീരത്തു സ്ഥിതി ചെയ്യുന്ന കുന്നിനു ചുറ്റുമുള്ള മൈതാനത്തെയും തെളുതളെ പ്രകാശിപ്പിക്കുകയും വിശ്രമവനത്തിലെ വെൺമാടങ്ങളിൽ വെള്ളി പൂശുകയും ചെയ്തു. എങ്ങും നിശബ്ദത കളിയാടി. അങ്ങനെ പോകുന്നു പാഠത്തിലെ വിവരണം. ആ പാഠത്തിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ആ രാത്രി യശോധര 3 സ്വപ്നങ്ങൾ കണ്ടു. ഗർഭിണിയായ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടു പോകുന്നു എന്നു തന്നെയാണ് സ്വപ്നം. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അവൾ സിദ്ധാർത്ഥനെ നോക്കി. അദ്ദേഹം അവിടെയുണ്ട്. പക്ഷേ അവൾ വീണ്ടും ഉറങ്ങിയപ്പോൾ സിദ്ധാർത്ഥൻ പോയി. ലോകത്തിലെ ദുഃഖത്തിൻ്റെ പരിഹാരം തേടിയാണ് സിദ്ധാർത്ഥൻ ഭാര്യ ഉപേക്ഷിച്ചത്. പിന്നീട് ബുദ്ധനുമായി ബന്ധപ്പെട്ട ആധികാരിക പുസ്തകങ്ങൾ പലതും വായിച്ചപ്പോഴാണ് 2 പിശകുകൾ ആ പാഠത്തിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. ഒന്ന്, സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടുപോകുമ്പോൾ യശോധര ഗർഭിണിയായിരുന്നില്ല, രാഹുലനെ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു. അവസാനമായി പ്രിയപത്നിയെയും ഓമൽ പൈതലിനെയും അഗാധമായ ഒന്നുകൂടി നോക്കിയിട്ടാണ് സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടത്. രണ്ടാമത്, ആ സമയത്ത് യശോധര ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ഉറങ്ങിയതുപോലെ കിടക്കുകയായിരുന്നു. അതെന്തിനായിരുന്നു എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഭാര്യ ഉറങ്ങിയതുപോലെ കിടക്കുമോ? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. സിദ്ധാർത്ഥനും യശോധരയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കണം. യശോധരയുടെ മനസ്സ് കാണണം. കപിലവസ്തുവിലെ ശുദ്ധോദന രാജാവിന് ഒരു പുത്രൻ പിറന്നു എന്നറിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. കുഞ്ഞ് കേളികേട്ട ഭരണാധികാരിയാകുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. അത് കേട്ട് രാജാവിന് സന്തോഷമായി. അപ്പോഴാണ് എല്ലാവരും ബഹുമാനിക്കുന്ന വയോവൃദ്ധനും അഗാധ പണ്ഡിതനുമായ അസിതൻ എന്ന മഹർഷി വന്നത്. അദ്ദേഹം കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം ഒറ്റ കരച്ചിലാണ്. അത് കണ്ട് പരിഭ്രമിച്ച രാജാവ് കരഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ചു. ഈ കുഞ്ഞ് വളർന്നു വലുതായി ലോകത്തെമ്പാടും കീർത്തി പരത്തുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാണ് എന്ന് മഹർഷി. ശുദ്ധോദന് ആശയക്കുഴപ്പമായി. തൻ്റെ പിന്തുടർച്ച അവകാശിയായി രാജ്യം ഭരിക്കാൻ മകനെ കിട്ടില്ലേ എന്നായിരുന്നു ആശങ്ക. സിദ്ധാർത്ഥൻ വളർന്നു വരുന്നതിനനുസരിച്ച് അത് കൂടുതൽ സാധൂകരിച്ചു കൊണ്ടിരുന്നു. പഠനത്തിലും ആയുധ പരീക്ഷയിലുമെല്ലാം ഒന്നാമനായിരുന്നെങ്കിലും ഏകാന്തതയിൽ ഇരിക്കാനായിരുന്നു സിദ്ധാർത്ഥൻ കൂടുതൽ ഇഷ്ടം. ഒരിക്കൽ അച്ഛനോടൊപ്പം വയലിൽ പോയപ്പോൾ ഞാവൽ മരത്തിൻ്റെ തണലിൽ ഇരുന്നപ്പോൾ ധ്യാന അനുഭവവും ഉണ്ടായിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും രാജാവിൻ്റെ ആധി വർദ്ധിച്ചുകൊണ്ടിരുന്നു. മകൻ്റെ മനസ്സ് നോവിപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണിക്കാതെ വളർത്താൻ രാജാവ് ശ്രദ്ധിച്ചെങ്കിലും യുവാവായപ്പോൾ സിദ്ധാർത്ഥൻ കൊട്ടാരത്തിന് പുറത്തു പോകാൻ തുടങ്ങി. ഒരിക്കൽ ജരാനര ബാധിച്ച ഒരു പടുവൃദ്ധനെ കണ്ടു. ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പ്രായമാകുമ്പോൾ എല്ലാവരും ഇങ്ങനെയാകുമെന്ന് കുതിരക്കാരൻ ചന്ദൻ പറഞ്ഞു കൊടുത്തു.
പിന്നീടൊരിക്കൽ ഒരു രോഗിയെയും മറ്റൊരിക്കൽ ഒരു മൃതദേഹവും കുമാരൻ കാണാനിടയായി. എല്ലാവരുടെയും ഗതി ഇതുതന്നെ എന്ന് ചന്ദൻ പറഞ്ഞുകൊടുത്തു. സിദ്ധാർത്ഥൻ കൂടുതൽ സമയവും ആലോചനയിലായി. ആളുകൾ വാർദ്ധക്യം, രോഗം, മരണം എന്നിങ്ങനെ പലവിധ കാരണങ്ങളാൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തണം. മകന്റെ പോക്ക് ശരിയായ പാതയിലല്ല എന്ന് തിരിച്ചറിഞ്ഞ പിതാവ് അനുജൻ ദ്രോണോദന രാജാവിനോട് സിദ്ധാർത്ഥനെ എങ്ങനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ദ്രോണോദനന്റെ മക്കളാണ് ദേവദത്തനും ആനന്ദനും. ആനന്ദൻ അവസാന 25 വർഷം ബുദ്ധന്റെ സന്തത സഹചാരിയായിരുന്നു. ദേവദത്തൻ ഒരു അരയന്നത്തെ എയ്തു വീഴ്ത്തിയ സംഭവവും സിദ്ധാർത്ഥൻ അതിനെ രക്ഷിച്ചതും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥൻ സന്യാസത്തിലേക്ക് പോകാതിരിക്കാൻ ഉടനെ വിവാഹം കഴിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ദ്രോണോധനനാണ്. ഒരു വധുവിനെ കണ്ടുപിടിക്കണം. ഒരിക്കൽ കുടുംബഭാരം അവനിൽ വന്നു ചേർന്നാൽ സന്യാസിയാകാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കും. ശുദ്ധോധനൻ ഭാര്യ ഗോതമിയോട് കാര്യങ്ങൾ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് ഗോതമി പറഞ്ഞു. സിദ്ധാർത്ഥൻ ജനിച്ച് 7-ാം നാൾ അമ്മ മഹാമായ മരിച്ചുപോയല്ലോ. അവരുടെ അനുജത്തിയാണ്. പക്ഷേ സിദ്ധാർത്ഥന് അവർ അമ്മ തന്നെയായിരുന്നു. ശുദ്ധോധന് ഒരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു. പമിത എന്നാണ് പേര്. അവരുടെ ഭർത്താവ് ദണ്ഡപാണി അയൽ രാജ്യമായ കോളിയയിലെ രാജാവാണ്. രോഹിണി നദിയുടെ ഇരുകരകളിലാണ് കോളിയയും ശാക്യരാജ്യവും. കോളിയ രാജാവും രാജ്ഞിയും ആയോധന കലകളിൽ ഒരു മത്സരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. രാജ്യത്തെ യുവാക്കളുടെ യുദ്ധ നൈപുണ്യവും ശക്തിയും കണ്ടുപിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ജേതാക്കൾക്ക് വില കൂടിയ സമ്മാനങ്ങളുണ്ട്. എല്ലാ അതിഥികളെയും സ്വീകരിക്കുന്ന ഉത്തരവാദിത്വം ദണ്ഡപാണി രാജാവിൻ്റെയും പമിത രാജ്ഞിയുടെയും മകൾ അതീവ സുന്ദരിയായ യശോധരയ്ക്കായിരുന്നു. ഭാരോദ്വഹനം, കുതിരസവാരി, വാൾപ്പയറ്റ്, അമ്പെയ്ത്ത് തുടങ്ങി എല്ലാ ഇനങ്ങളിലും സിദ്ധാർത്ഥനായിരുന്നു ഒന്നാമൻ. യശോധരയാണ് സമ്മാനങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ പിറകിൽ നിന്ന ദേവദത്തൻ അസന്തുഷ്ടനായിരുന്നു. അവന് 2-ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. യശോധര തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തതിൽ അവന് നിരാശയുണ്ടായി. ഒരിക്കൽ സിദ്ധാർത്ഥൻ പുറത്തു പോയപ്പോൾ ഒരു ചെറിയ ദരിദ്ര ഗ്രാമത്തിൽ യശോധരയെ കണ്ടു. പനി പിടിച്ച കുട്ടികളെ ശുശ്രൂഷിക്കുകയാണ് അവൾ. കൂടെ ഒരു പരിചാരികയുമുണ്ട്. വളരെ ലളിതമായിട്ടാണ് വസ്ത്രം ധരിച്ചിരുന്നത്. യശോധര തൻ്റെ സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് നിർധനരെ സേവിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥൻ വളരെ വികാരഭരിതനായി. സിദ്ധാർത്ഥൻ ചോദിച്ചു, രാജകുമാരി, നിങ്ങൾ എത്ര നാളായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൈ കഴുകിക്കൊണ്ടിരുന്ന യശോധര തല ഉയർത്തി. ഏതാണ്ട് 2 കൊല്ലമായി എന്ന് പറഞ്ഞു. ഈ ഗ്രാമത്തിൽ ഞാനിത് 2-ാം തവണയാണ്. അന്ന് യശോധരയുമായി സിദ്ധാർത്ഥൻ ദീർഘനേരം സംസാരിച്ചു. തൻ്റെ ആശയങ്ങൾ പലതും അവൾ പങ്കിടുന്നുണ്ട് എന്ന് കണ്ട് സന്തോഷിച്ചു. അവളും വേദങ്ങൾ പഠിച്ചിരുന്നു. സമൂഹത്തിലെ അനീതികളെ രഹസ്യമായി എതിർത്തിരുന്നു. രാജകുടുംബത്തിലെ സവിശേഷ സൗഭാഗ്യമുള്ള ഒരംഗം മാത്രമായിരിക്കാൻ അവളും സിദ്ധാർത്ഥനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ഉറച്ച നിലപാടുകൾ പ്രകാശിപ്പിച്ചു. ആദ്യമായി കണ്ട ദിവസം മുതൽ സിദ്ധാർത്ഥന് യശോധരയോടൊരു പ്രത്യേക ആകർഷണം തോന്നിയിരുന്നു. സിദ്ധാർത്ഥൻ പറയുന്ന ഓരോ വാക്കും അവൾ ശ്രദ്ധിച്ചു കേട്ടു. അച്ഛൻ വിവാഹിതനാവണമെന്ന് സിദ്ധാർത്ഥനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യശോധര ആയാലോ വധു എന്ന് സിദ്ധാർത്ഥൻ മനസ്സിലോർത്തു. ഒരു ദിവസം ഗോതമി രാജ്ഞി തലസ്ഥാനത്തെ എല്ലാ യുവതികൾക്കും ഒരു സ്വീകരണം നൽകാൻ തീരുമാനിച്ചു. യശോധരയുടെ അമ്മയായ പമിതയോട് തന്നെ തയ്യാറെടുപ്പുകൾക്ക് സഹായം അഭ്യർത്ഥിച്ചു. പങ്കെടുക്കുന്ന എല്ലാ യുവതികൾക്കും ഭംഗിയുള്ള ഓരോ കണ്ഠാഭരണങ്ങൾ സമ്മാനിക്കണം. കായിക മത്സരങ്ങൾക്ക് എത്തിയവരെ യശോധര സ്വീകരിച്ചതുപോലെ യുവതികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് സിദ്ധാർത്ഥനാവണമെന്ന് പമിത നിർദ്ദേശിച്ചു. പ്രശാന്ത സുന്ദരമായ ഒരു സന്ധ്യയ്ക്കാണ് പരിപാടി നടന്നത്. കൊട്ടാരത്തിൻ്റെ നടപ്പുരകളിൽ തീറ്റയും കുടിയും സജ്ജീകരിച്ചു. സംഗീത വിദ്വാൻമാർ അതിഥികളെ സന്തോഷിപ്പിച്ചു. സ്വർണ്ണനൂലുകൾ മിന്നുന്ന മനോഹരവും വർണ്ണശബളവുമായ സാരികൾ ചുറ്റി സുന്ദരികളായ യുവതികൾ പുഷ്പാലങ്കൃതമായ വിളക്കുകൾക്ക് കീഴിലായി അണിനിരുന്നു. രാജാവും രാജ്ഞിയും അടങ്ങുന്ന രാജകീയ വിശിഷ്ടരുടെ മുമ്പിൽ കൂടി അവർ ഓരോരുത്തരായി കടന്നുപോയി. ഏതാണ്ട് 1000 യുവതികൾക്ക് സമ്മാനിക്കാൻ ആവശ്യമായ സ്വർണവും അമൂല്യ രത്നങ്ങളും മുത്തുമാലകളും നിറച്ച മേശയ്ക്ക് പിന്നിലായി
രാജകീയ വേഷത്തിൽ സിദ്ധാർത്ഥൻ നിന്നു. ആദ്യമായി സമ്മാനം കൊടുക്കേണ്ടിയിരുന്നത് ഒരു രാജാവിൻ്റെ മകളായ സോമയ്ക്കായിരുന്നു. ഓരോ യുവതിക്കും അനുയോജ്യമായ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാൻ സിദ്ധാർത്ഥൻ ശ്രമിച്ചില്ല. മേശപ്പുറത്ത് അടുത്തതെന്താണോ അതെടുത്ത് അടുത്ത യുവതിക്ക് സമ്മാനിച്ചു. അങ്ങനെ ഉപഹാര സമർപ്പണം തുടർന്നു. 10 മണിയോടെ മിക്ക ആഭരണങ്ങളും കൊടുത്തു കഴിഞ്ഞിരുന്നു. എല്ലാവരും കരുതി സേല എന്നു പേരുള്ള യുവതിയായിരിക്കും ഏറ്റവും ഒടുവിലെത്തിയതെന്ന്. തൻ്റെ ജോലി തീർന്നെന്ന് സിദ്ധാർത്ഥനും വിചാരിച്ചു. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഒരു യുവതി മന്ദം മന്ദം പ്രത്യക്ഷപ്പെടുന്നത്. അത് യശോധരയായിരുന്നു. ലളിതമെങ്കിലും ആനക്കൊമ്പ് നിറമുള്ള ഒരു സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. അവൾ രാജാവിനെയും രാജ്ഞിയെയും വണങ്ങി. നൈസർഗികമായ സൗകുമാര്യത്തോടെ അവൾ സിദ്ധാർത്ഥനെ സമീപിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും അങ്ങ് ബാക്കി വെച്ചിട്ടുണ്ടോ? സിദ്ധാർത്ഥൻ യശോധരയെ നോക്കി. പിന്നെ സംഭ്രമത്തോടെ മേശപ്പുറത്ത് ശേഷിക്കുന്ന ആഭരണങ്ങളിലേക്കും. അവൻ ആകെ അമ്പരന്നു. യശോധരയ്ക്ക് ചേർന്ന ഒന്നും തന്നെ മേശപ്പുറത്തില്ല. പെട്ടെന്ന് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് സ്വന്തം കഴുത്തിൽ നിന്ന് കണ്ഠാഭരണം അഴിച്ചെടുത്ത് യശോധരയ്ക്ക് നീട്ടി. രാജകുമാരി, ഇതാണ് നിങ്ങൾക്കുള്ള സമ്മാനം. യശോധര തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനിവിടെ വന്നത് നിങ്ങളെ ആദരിക്കാനാണ്. എനിക്ക് എങ്ങനെ നിങ്ങളുടെ കണ്ഠാഭരണം എടുത്തുകൊണ്ട് പോകാൻ കഴിയും? സിദ്ധാർത്ഥൻ പറഞ്ഞു, ആഭരണം ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ചേർച്ച എന്ന് എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്. ദയവായി രാജകുമാരി ഈ സമ്മാനം സ്വീകരിച്ചാലും. അവളോട് തൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കാൻ അവൻ ആംഗ്യം കാട്ടി. കാരണം ആ തിളങ്ങുന്ന മുത്തുമാല അവന് തന്നെ അവളുടെ കഴുത്തിൽ അണിയിക്കാമല്ലോ. അതിഥികൾ ആഹ്ലാദത്തിൽ മതിമറന്നു. ആഹ്ലാദ ആരവങ്ങൾ ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നി. അവരെല്ലാവരും എണീറ്റ് നിന്ന് അവരുടെ ആനന്ദകരമായ അംഗീകാരം പ്രകടിപ്പിച്ചു. തുടർന്നു വന്ന ശരത്കാലത്ത് സിദ്ധാർത്ഥൻ്റെയും യശോധരയുടെയും വിവാഹം നടന്നു. രാജ്യത്തിനാകെ അത് ഉത്സവമായിരുന്നു. കപിലവസ്തു മുമ്പെങ്ങുമില്ലാത്ത വിധം അലങ്കരിക്കപ്പെട്ടു. സംഗീത സാന്ദ്രമായിരുന്നു എവിടെയും. ജനങ്ങൾ ആനന്ദ നൃത്തമാടി. സമ്പത്തും പദവിയും അതീവ സന്തോഷം പകരുന്ന ജീവിതത്തിലായിരുന്നില്ല സിദ്ധാർത്ഥൻ്റെയും യശോധരയുടെയും സന്തോഷം. തങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം തുറക്കുന്നതും മനസ്സിലുള്ള ഏറ്റവും ആഴമേറിയ ചിന്തകൾ പോലും പങ്കുവെക്കുന്നതിലുമായിരുന്നു. സമൂഹത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചും ആത്മീയ അന്വേഷണത്തെക്കുറിച്ചും അവർ ആലോചിച്ചു. യശോധര കുശാഗ്രബുദ്ധിയും സഹജാവബോധവുമുള്ളവളായിരുന്നു. സിദ്ധാർത്ഥൻ്റെ ആഗ്രഹങ്ങൾ അവൾക്കറിയാമായിരുന്നു. സിദ്ധാർത്ഥൻ മോചനത്തിൻ്റെ പാത അന്വേഷിക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ വിജയിക്കും. അക്കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരുടെ ദുരിതം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി അവൾ സിദ്ധാർത്ഥനുമായി ആലോചിച്ചു. യശോധര അവരുടെ ജീവിതം കഴിയാവുന്നത്ര ലളിതമാക്കി. സാമൂഹിക പ്രവർത്തനത്തിൽ മുഴുകാനുള്ള യശോധരയുടെ ആഗ്രഹം സിദ്ധാർത്ഥൻ മനസ്സിലാക്കി. അവൾക്ക് താങ്ങ് നൽകുന്നതിൽ അവരൊരിക്കലും പരാജയപ്പെട്ടില്ല. അതോടുകൂടി യശോധരയ്ക്ക് സിദ്ധാർത്ഥനിലുള്ള വിശ്വാസം കുറെ കൂടി അഗാധമായി. യശോധരയുടെ പ്രവർത്തനങ്ങളുടെ മൂല്യം സിദ്ധാർത്ഥൻ അറിയാമായിരുന്നു. അവളുടെ മാർഗം കൊണ്ട് മാത്രം ശരിയായ ശാന്തി ഉണ്ടാവില്ല അവന് ബോധ്യമായി. രോഗങ്ങളിലും അന്യായമായ സാമൂഹിക സാഹചര്യങ്ങളിലും മാത്രമല്ല ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. സ്വന്തം മനസ്സുകളിലും ഹൃദയങ്ങളിലും അവർ സൃഷ്ടിച്ചിട്ടുള്ള ദുഃഖങ്ങളിലും കാമങ്ങളിലും അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് പരിഹാരം കണ്ടുപിടിക്കണം. ഒരു ദിവസം ഉച്ചയ്ക്ക് മുഖത്ത് നിറയെ വിഷാദവുമായി യശോധര കൊട്ടാരത്തിലെത്തി. അവൾ ഒരാഴ്ചയിലേറെയായി ശുശ്രൂഷിച്ചിരുന്ന കുട്ടി മരിച്ചുപോയി. അവൾ എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടിയെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായില്ല. അവളുടെ കവിടുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എത്ര ശ്രമിച്ചിട്ടും വികാരങ്ങൾ ഒതുക്കിപ്പിടിക്കാനായില്ല. രാജ്യസദസ്സിൽ നിന്നും സിദ്ധാർത്ഥനെത്തിയതും അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ കരവലയത്തിൽ ഒതുക്കി സിദ്ധാർത്ഥനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഗോപ, അങ്ങനെയാണ് സിദ്ധാർത്ഥൻ പ്രേമത്തോടെ അവളെ വിളിച്ചിരുന്നത്. നാളെ നമുക്കൊന്നിച്ച് ആ കുട്ടിയുടെ ശവസംസ്കാരത്തിന് പോകാം. ഇപ്പോൾ നീ കരയൂ. അത് നിന്റെ ഹൃദയത്തിലെ വേദന കുറയ്ക്കും. ജനനവും വാർദ്ധക്യവും രോഗവും മരണവും ജീവിതത്തിൽ നാം നമ്മോടൊപ്പം കൊണ്ടു നടക്കുന്ന കനത്ത ബാധ്യതകളാണ്. ആ കുട്ടിക്ക് സംഭവിച്ചത് ഏതു നിമിഷവും നമുക്കാർക്കും സംഭവിക്കാം. തേങ്ങലുകൾക്കിടയിൽ യശോധര പറഞ്ഞു, ഓരോ ദിവസവും ഞാൻ കാണുന്നുണ്ട് അങ്ങ് പറയാറുള്ള കാര്യങ്ങൾ എത്ര സത്യമാണെന്ന്. ദുരിതത്തിൻ്റെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ ഈ 2 കൈകൾ എത്ര ചെറുതാണ്. ദുഃഖവും ആകുലതയും കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നു. സിദ്ധാർത്ഥ, എങ്ങനെ എൻ്റെ വേദന മറികടക്കാനാകുമെന്ന് പറഞ്ഞു തന്നാലും.
സിദ്ധാർത്ഥൻ യശോധരയെ ഇറുകെ പുണർന്നു. ഗോപേ, ഞാൻ എൻ്റെ സ്വന്തം ഹൃദയത്തിലെ വേദനയും ആകുലതകളും മറികടക്കാനുള്ളൊരു വഴി അന്വേഷിക്കുകയാണ്. സമൂഹത്തിൻ്റെയും മനുഷ്യരുടെയും അവസ്ഥകളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മോചനത്തിനുള്ള വഴി ഇനിയും ഞാൻ കണ്ടെത്തിയിട്ടില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട്, ഒരു ദിവസം നമുക്കെല്ലാവർക്കുമുള്ള വഴി ഞാൻ കണ്ടെത്തും. ഗോപേ, എന്നിൽ വിശ്വസിക്കൂ. എൻ്റെ പൊന്നെ, ഞാൻ ഒരിക്കലും നിങ്ങളിൽ വിശ്വസിക്കാതിരുന്നിട്ടില്ല. എനിക്കറിയാം, നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചുറപ്പിച്ചാൽ അതിൽ വിജയിക്കുന്നത് വരെ നിങ്ങൾ അന്വേഷണം തുടരുമെന്ന് എനിക്കറിയാം. വിമോചനത്തിൻ്റെ മാർഗം അന്വേഷിക്കാൻ നിങ്ങൾ ഒരു ദിവസം സമ്പത്തും പദവിയും ഉപേക്ഷിക്കും. സിദ്ധാർത്ഥൻ, ദയവായി ഇപ്പോൾ എന്നെ വിട്ടു പോകല്ലേ. എനിക്കിപ്പോൾ നിങ്ങൾ വേണം. സിദ്ധാർത്ഥൻ യശോധരയുടെ താടി പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇല്ല ഇല്ല, ഞാനിപ്പോൾ നിന്നെ വിട്ടുപിരിയില്ല. സമയമാകുമ്പോൾ മാത്രം. യശോധര സിദ്ധാർത്ഥൻ്റെ കൈപിടിച്ച് തൻ്റെ വയറിന്മേൽ വെച്ചു. എന്നിട്ട് ചോദിച്ചു, സിദ്ധാർത്ഥ, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആണോ പെണ്ണോ, ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക? സിദ്ധാർത്ഥൻ പരിഭ്രമിച്ചു. അവൻ യശോധരയെ സൂക്ഷിച്ചു നോക്കി. എന്താണ് പറയുന്നത് ഗോപേ നീ? യശോധര തലകുലുക്കി. അവൾ തൻ്റെ വയറ്റിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു, നമ്മുടെ സ്നേഹത്തിൻ്റെ ഫലം ചുമക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഒരാൺകുഞ്ഞായിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ ബുദ്ധിയും ഗുണങ്ങളുമായി. സിദ്ധാർത്ഥൻ യശോധരയെ തന്നോട് അടുപ്പിച്ചു. അതിയായ ആനന്ദത്തിനിടയിലും അസ്വസ്ഥതയുടെ വിത്തുകൾ അവൻ അറിഞ്ഞു. എന്നിട്ടും പുഞ്ചിരിച്ചു. ജീവിതത്തിലേക്ക് കിട്ടുന്ന ചരടുകൾ മുറുകുകയാണെന്ന് സിദ്ധാർത്ഥന് തോന്നി. ആ പുണ്യ ദാമ്പത്യ വർണ്ണവല്ലരിയിൽ ഒരാൾ കൂടി വന്നു, രാഹുലൻ. സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. സിദ്ധാർത്ഥനും രാഹുലിനും ഒന്നിച്ച് സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നതായിരുന്നു യശോധര. ആ രാത്രി അവൾ അസാധാരണമായ 3 സ്വപ്നങ്ങൾ കണ്ടു. ഒന്നാമത്തേതിൽ അവൾ ഒരു വെള്ളപ്പശുവിനെ കണ്ടു. അവൻ്റെ നെറ്റിയിൽ നക്ഷത്രങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു രത്നമുണ്ടായിരുന്നു. കപിലവസ്തുവിലൂടെ നടന്നിരുന്ന പശു നഗര കവാടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ദ്രൻ്റെ ബലിപീഠത്തിൽ നിന്നും ഒരു ദിവ്യസ്വരം മുഴങ്ങി, ഈ പശുവിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാനായില്ലെങ്കിൽ തലസ്ഥാനം മുഴുവൻ ഒരു വെളിച്ചവും ബാക്കി ഉണ്ടാവില്ല. തലസ്ഥാന നഗരിയിലെ ഓരോരുത്തരും പശുവിനെ പിന്നാലെ ഓടാൻ തുടങ്ങി. എന്നിട്ടും ഒരാൾക്കും അതിനെ പിടിച്ചു നിർത്താനായില്ല. അത് നഗര കവാടം കടന്ന് അപ്രത്യക്ഷയായി. രണ്ടാമത്തെ സ്വപ്നത്തിൽ സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കപിലവസ്തു നഗരത്തിലേക്ക് വെളിച്ചമടിക്കുന്ന ആകാശത്തിലെ 4 ദൈവരാജാക്കന്മാരെ യശോധര കണ്ടു. പൊടുന്നനെ ഇന്ദ്രൻ്റെ ബലിപീഠത്തിൽ കുത്തി നിർത്തിയിരുന്ന കൊടി ഉഗ്രമായി ഇളകി നിലത്തേക്ക് വീണു. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ മഴയായ ആകാശത്തു നിന്നും പതിച്ചു. തലസ്ഥാന നഗരി മുഴുവൻ സ്വർഗീയ ഗാനത്താൽ മാറ്റിടിക്കൊണ്ടു. മൂന്നാമത്തെ സ്വപ്നത്തിൽ സ്വർഗങ്ങളെ വിറപ്പിച്ച പ്രചണ്ഡമായ ശബ്ദം മുഴങ്ങി. സമയമായി, സമയമായി. പേടിച്ചു വിറച്ച് അവൾ സിദ്ധാർത്ഥന്റെ നേരെ നോക്കി. അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. യശോധര പരിഭ്രാന്തയായി. യശോധര സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അവരുടെ നെറ്റി വിയർപ്പിൽ നനഞ്ഞിരുന്നു. അവൾ സിദ്ധാർത്ഥനിലേക്ക് തിരിഞ്ഞു. സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ, ദയവായി ഉണരൂ. അവൻ ഉണർന്നു. അവൻ അവരുടെ മുടിയിൽ തലോടി. നീ എന്ത് സ്വപ്നമാണ് കണ്ടത് ഗോപേ, പറയൂ. അവൾ താൻ കണ്ട 3 സ്വപ്നങ്ങളും ആവർത്തിച്ചു. എന്നിട്ട് ചോദിച്ചു, വിമോചനത്തിൻ്റെ വഴി അന്വേഷിക്കുവാൻ ഉടനെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിറങ്ങും എന്നുള്ളതിൻ്റെ സൂചനകളാണോ ഈ സ്വപ്നങ്ങൾ? സിദ്ധാർത്ഥൻ നിശബ്ദനായി. അവളെ സാന്ത്വനിപ്പിച്ചു. ഗോപേ, നീ ഇങ്ങനെ അസ്വസ്ഥയാകേണ്ടതില്ല. നീ ബുദ്ധിയുള്ള സ്ത്രീയാണ്. എൻ്റെ അന്വേഷണം നിറവേറ്റാൻ എന്തുകൊണ്ടും എന്നെ സഹായിക്കുവാൻ കഴിവുള്ള സഹായിയാണ്. മറ്റാരെക്കാളും എന്നെ അറിയുന്നവളാണ്. നിന്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുവാനുള്ള കരുത്ത് നിനക്കുണ്ട്. നീ നമ്മുടെ മകനെ സംരക്ഷിച്ചു വളർത്തു. ഞാൻ പോയാലും, ഞാൻ നിന്നിൽ നിന്ന് എത്ര ദൂരെയായാലും നിന്നോടുള്ള എൻ്റെ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഗോപേ, ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ നിർത്തില്ല. ആ ഒരു ബോധം നിനക്കുണ്ടെങ്കിൽ നമ്മുടെ വേർപാടിൻ്റെ വേദന നിനക്ക് സഹിക്കാനാവും. വിമോചനത്തിൻ്റെ മാർഗം കണ്ടെത്തിയാൽ ഞാൻ നിന്നിലേക്കും നമ്മുടെ കുഞ്ഞിലേക്കും മടങ്ങി വരും. ഇപ്പോൾ ദയവായി അല്പം വിശ്രമിക്കൂ. സിദ്ധാർത്ഥൻ്റെ മൃദുവാക്കുകൾ യശോധരയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആശ്വാസത്തോടെ അവൾ കണ്ണടച്ചു, ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥൻ അച്ഛനോട് സംസാരിക്കാനായി ചെന്നു. അച്ഛ, കൊട്ടാരം ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി ജ്ഞാനോദയത്തിൻ്റെ പാത അന്വേഷിക്കാൻ അങ്ങ് എനിക്ക് അനുവാദം തരണം. രാജാവ് അത്യധികം പരിഭ്രാന്തനായി. അദ്ദേഹത്തിന് വളരെ കാലമായി അറിയാം ഈ ദിവസം വരുമെന്ന്. അസിതൻ്റെ പ്രവചനം അദ്ദേഹം ഓർത്തു. പക്ഷേ ഇങ്ങനെ അറുത്തു മുറിച്ച മട്ടിൽ അതുണ്ടാകുമെന്ന് അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചില്ല.
നീണ്ട ഒരു നിമിഷത്തിന് ശേഷം അദ്ദേഹം മകനെ നോക്കി ഇങ്ങനെ മറുപടി നൽകി: നമ്മുടെ കുടുംബ ചരിത്രത്തിൽ മുമ്പും കുറച്ചുപേർ സന്യാസികളായിട്ടുണ്ട്. എന്നാൽ നിന്റെ ഈ പ്രായത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. 50 വയസ്സ് കഴിയുന്നതുവരെ അവർ കാത്തിരുന്നു. നിനക്ക് 29 വയസ്സല്ലേ ആയുള്ളൂ. എന്തുകൊണ്ട് നിനക്ക് കാത്തിരുന്നുകൂടാ? നിന്റെ മകൻ തീരെ കുഞ്ഞാണ്. ഈ രാജ്യം മുഴുവൻ നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അച്ഛാ, എൻ്റെ ഹൃദയത്തിൽ ശാന്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ അങ്ങയുടെയും ജനങ്ങളുടെയും വിശ്വാസം പൂർത്തീകരിക്കാൻ കഴിയും? കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ യൗവനവും ഭിന്നമല്ലെന്ന്. ദയവായി അങ്ങ് അനുവാദം തന്നാലും. രാജാവ് മകനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. നീ നിന്റെ മാതൃഭൂമിയെപ്പറ്റി, മാതാപിതാക്കളെപ്പറ്റി, യശോധരയെപ്പറ്റി, നിന്റെ കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കണം. നിങ്ങളെ എല്ലാവരെയും പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് പോകാനുള്ള അനുവാദം ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങയുടെ ഹൃദയത്തിലെ വേദന ശമിപ്പിക്കാൻ കഴിയാത്തതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലെ വേദന അങ്ങയ്ക്കും ശമിപ്പിക്കാനാവില്ല. രാജാവ് എണീറ്റ് മകൻ്റെ കരം ഗ്രഹിച്ചു. സിദ്ധാർത്ഥ, നിനക്കറിയാം നിന്നെ എനിക്ക് എത്രമാത്രം ആവശ്യമാണെന്ന്. നിന്നിലാണ് ഞാൻ എൻ്റെ സകല പ്രതീക്ഷകളും സമർപ്പിച്ചിട്ടുള്ളത്. ദയവായി എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ അങ്ങയെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഞാൻ അങ്ങയോടൊന്നു മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. കുറച്ചു കാലത്തേക്ക് ഇവിടെ നിന്ന് പോകാൻ എന്നെ അനുവദിക്കുക. വിമോചനത്തിൻ്റെ വഴി കണ്ടെത്തിയാൽ ഞാൻ മടങ്ങി വരും. ശുദ്ധോദൻ്റെ മുഖത്ത് വേദന നിഴലിച്ചു. അദ്ദേഹം പിന്നീട് ഒന്നും പറഞ്ഞില്ല. രാജാവ് സിദ്ധാർത്ഥൻ്റെ സുഹൃത്ത് ഉദയനെ വിളിച്ച് സിദ്ധാർത്ഥനെ കൊട്ടാരത്തിൽ തന്നെ വശീകരിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുവാൻ ഏർപ്പാടാക്കി. ഉദയൻ തലസ്ഥാന നഗരിയിലെ ഏറ്റവും നല്ലൊരു നൃത്തസംഘത്തെ ആ രാത്രിയിലേക്ക് തന്നെ ഏർപ്പാടാക്കി. ഉത്സവ വിളക്കുകൾ കൊട്ടാരത്തെ പ്രകാശമാനമാക്കി. എല്ലാ അതിഥികൾക്കും തീറ്റയും കുടിയുമൊരുക്കാൻ പരിചാരകരോട് നിർദ്ദേശിച്ചു. സിദ്ധാർത്ഥൻ അതിഥികളെ സ്വീകരിച്ചു. പാട്ട് തുടങ്ങിയതോടെ വൃക്ഷനിരകൾക്കു മീതെയായി തെക്ക് കിഴക്കൻ ആകാശത്ത് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. പാട്ടിൻ്റെയും വർത്തമാനത്തിൻ്റെയും ചിരിയുടെയും ശബ്ദങ്ങൾ അവിടെ നിന്നും പുറത്തേക്കൊഴുകി. ആ സമയത്ത് യശോധര കുതിരക്കാരൻ ചന്ദനെ കണ്ടുപിടിക്കാൻ പോയി. ശ്രദ്ധിക്കുക, ഒരു ഭാഗത്ത് പാട്ടുമാട്ടവും നടക്കുമ്പോൾ യശോധര കുതിരക്കാരൻ ചന്ദനെ കണ്ടുപിടിക്കാൻ പോയി. അയാൾ അന്നേരം നല്ല ഉറക്കത്തിലായിരുന്നു. യശോധര വിളിച്ചുണർത്തി പറഞ്ഞു: ഇന്ന് രാത്രി രാജകുമാരന് നിന്റെ സേവനം ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. കാന്തകനെ സവാരിക്ക് ഒരുക്കി നിർത്തുക. സിദ്ധാർത്ഥന്റെ പ്രിയപ്പെട്ട കുതിരയാണ് കാന്തകൻ. രാജകുമാരൻ എങ്ങോട്ടാണ് പോകുന്നത്? ചന്ദൻ ചോദിച്ചു. ദയവായി ഒന്നും ചോദിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ചന്ദൻ തലയാട്ടി. യശോധര കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവൾ യാത്രയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ എടുത്ത് സിദ്ധാർത്ഥന്റെ കസേരയിൽ വെച്ചു. സിദ്ധാർത്ഥന് അന്ന് പോകാനുള്ള വസ്ത്രങ്ങളാണ് അവൾ എടുത്തു വെച്ചത് എന്ന് ഓർക്കുക. ഒരു നനുത്ത പുതപ്പ് രാഹുലിനെ പുതപ്പിച്ചു. അവളും കിടന്നു. ചിരിയുടെയും വർത്തമാനത്തിൻ്റെയും പാട്ടിൻ്റെയും അലകൾക്ക് അവൾ കാതോർത്തു. ശബ്ദം താഴ്ന്ന് അപ്രത്യക്ഷമാകാൻ പിന്നെയും ഏറെ സമയമെടുത്തു. അതിഥികൾ അവരവരുടെ മുറികളിലേക്ക് മടങ്ങിയിട്ടുണ്ടാകണം. നിശബ്ദത കൊട്ടാരത്തിൽ തിരിച്ചു വന്നതോടെ അവൾ ശാന്തയായി കിടന്നു. അവൾ ഏറെ നേരം കാത്തു. പക്ഷേ സിദ്ധാർത്ഥൻ അവരുടെ അറയിലേക്ക് തിരിച്ചു വന്നില്ല. സിദ്ധാർത്ഥൻ പുറത്ത് തനിയെ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു. 1000 നക്ഷത്രങ്ങൾ ആകാശത്ത് കണ്ണി ചിമ്മി തുറന്നു. ആ രാത്രി തന്നെ രാജകൊട്ടാരം ഉപേക്ഷിച്ച് ഇറങ്ങാൻ അവൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ തൻ്റെ അറയിൽ പ്രവേശിച്ചു. തന്നെ അവിടെ കാത്തിരിക്കുന്ന യാത്രാവസ്ത്രങ്ങൾ കണ്ടു. അവ എടുത്തു. തിരശ്ശീല വലിച്ച് മെത്തയിലേക്ക് നോക്കി. ഗോപ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. രാഹുലിന് നല്ല ഉറക്കമാണ്. സിദ്ധാർത്ഥൻ തിരശ്ശീല താഴ്ത്തി പോകാൻ തിരിഞ്ഞു. വീണ്ടും സംശയിച്ചു. ഒരിക്കൽ കൂടി തിരശ്ശീല നീക്കി. തൻ്റെ ഓർമ്മയിൽ പരിചിതവും അത്യധികം അരുമയുമായ ചിത്രം ആലേഖനം ചെയ്യാനെന്നോണം അവൻ അവരെ അഗാധമായി നോക്കി. പിന്നെ തിരശ്ശീല സ്വതന്ത്രമാക്കി പുറത്തേക്ക് നടന്നു. നീണ്ട അതിഥിമുറി കടക്കുമ്പോൾ പരവതാനികളിൽ ക്ഷീണിതകളായി തളർന്നുറങ്ങുന്ന നൃത്തക്കാരികളെ സിദ്ധാർത്ഥൻ കണ്ടു. അവരുടെ മുടി അഴിഞ്ഞുരഞ്ഞ് അലങ്കോലമായിരുന്നു. ചത്ത മീനിൻ്റേതുപോലെ അവർ വായ തുറന്നു പിടിച്ചിരുന്നു. കുതിരാലയത്തിലേക്ക് നടന്നു. ചന്ദൻ അപ്പോഴും ഉണർന്നിരിപ്പുണ്ട്. അതെ, ആ രാത്രി യശോധര ഉറങ്ങിയിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആഗ്രഹം സാധിക്കാൻ ഹൃദയം പിളർക്കുന്ന ദുഃഖം സഹിച്ചുകൊണ്ട് ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു യശോധര. സിദ്ധാർത്ഥൻ കാന്തകന്റെ പുറത്ത് കയറിപ്പോയി. ചന്ദൻ രാജ്യാതിർത്തി വരെ അനുഗമിച്ചു. സിദ്ധാർത്ഥൻ തൻ്റെ നീണ്ട മുടി മുറിച്ചെടുത്ത് അതും ആഭരണങ്ങളും ഊരി പിതാവിന് കൊടുക്കാൻ ചന്ദനെ ഏൽപ്പിച്ചു. നിറകണ്ണുകളോടെ ചന്ദൻ അവ ഏറ്റുവാങ്ങി. പിന്നീട് യശോധരയ്ക്ക് എന്ത് സംഭവിച്ചു? കൊട്ടാരം വിട്ട്
5-ാമത്തെ വർഷമാണ് സിദ്ധാർത്ഥൻ ബോധോദയം നേടിയത്. അദ്ദേഹം ഒരു നേരമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നറിഞ്ഞ യശോധരയും ഭക്ഷണം ഒരു നേരമാക്കി. ഏറ്റവും ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു. 7-ാമത്തെ വർഷം സിദ്ധാർത്ഥൻ കപിലവസ്തുവിൽ തിരിച്ചെത്തി. 6 മാസം അവിടെ ഉണ്ടായിരുന്നു. യശോധരയുടെയും രാഹുലിൻ്റെയും ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിലാകാം. ഇത് ബുദ്ധനെക്കുറിച്ചുള്ള എൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. സുജാത എന്ന ഗ്രാമീണ ബാലിക ബുദ്ധൻ്റെ ജീവൻ രക്ഷിച്ചതാണ് 1ാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കാണാത്തവർ അത് കാണുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വൈകാതെ വരാം. നന്ദി.